തൃക്കൊടിത്താനത്ത് നിന്നും ഒരു വ്യത്യസ്തകരമായ പകയുടെ അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തന്നെ മർദ്ദിച്ച വ്യക്തിക്കെതിരെ പോലീസ് നടപടിയെടുത്തു. എന്നാൽ അയൽവാസിയായ സ്ത്രീക്ക് ആ നടപടികളൊന്നും തന്നെ പോരായിരുന്നു. ഇതിൽ അവർക്ക് അല്ലെങ്കിൽ അവരുടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ മറ്റൊരു മാർഗം കൊട്ടേഷൻ നൽകുക എന്നതായിരുന്നു. അയൽവാസിക്കെതിരെ ഈ സ്ത്രീ കൊട്ടേഷൻ നൽകി. ഒടുവിൽ കൊട്ടേഷനും കൂട്ടയടിയും ഈ സ്ത്രീയെ കൊണ്ടെത്തിച്ചത് ജയിലിലായി. തന്നെ മർദ്ദിച്ച അയൽവാസി ജയിലിൽ കഴിയാതെ കോടതിയിൽ നിന്നും ജാമ്യം നേടിയതിന്റെ വൈരാഗ്യത്തിൽ കൊട്ടേഷൻ നൽകി മർദ്ദിച്ച കേസിൽ യുവതിയെയും സുഹൃത്തിനെയും ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കൊടിത്താനം 4 കോടി പുത്തൻപുരയ്ക്കൽ, സാന്റിയ, പായിപ്പാട്, കൊച്ചുപറമ്പിൽ പ്രമോദ് പരമേശ്വരൻ എന്നിവരെയാണ് തൃക്കൊടിത്താനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ MJ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ ജില്ലയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കൊലക്കേസിൽ പ്രതിയാണ് പ്രമോദ്. കേസിലെ നേരത്തെ ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി 3 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് സാന്റിയയെ അയൽവാസിയായ പ്രസന്നകുമാരും ഭാര്യയെയും ചേർന്ന് ആക്രമിച്ചതായി നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ പ്രസന്നകുമാരും ഭാര്യയെയും കോടതിയിൽ നിന്നും ജാമ്യമെടുക്കുകയായിരുന്നു. ഇത് സാന്റിയയെ ചൊടിപ്പിച്ചു. തുടർന്നാണ് ഇരുവരും ആക്രമിക്കാൻ കൊലക്കേസ് പ്രതിയായ പ്രമോദ് അടക്കമുള്ളവർക്ക് കൊട്ടേഷൻ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടേഷൻ സംഘം കഴിഞ്ഞ 11-ന് പ്രസന്നകുമാറിന്റെ വീട്ടിലെത്തി ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് പ്രസന്നകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇതോടെ സാന്റി അടക്കമുള്ള പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശാനുസരണം ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് ഇവർ അമ്പലപ്പുഴ ഭാഗത്ത് ഒളിവിൽ കഴിയുന്നതായി പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃക്കൊടിത്താനം SHOയുടെ നേതൃത്വത്തിൽ സംഘം അമ്പലപ്പുഴയിൽ നിന്നും 2 പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. SIമാരായ സിബിമോൻ, മനോജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മണികണ്ഠൻ, അരുൺ, ശെൽവരാജ്, ബിനീഷ് മോൻ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 2 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.